നിഷാസ് ഓൺലൈൻ അക്കാഡമി. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആണ് ഗോയിങ് ഓൺ. അപ്പം നമ്മളതിൽ 3 മെത്തേഡ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഇതിൽ പറഞ്ഞു നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ മെത്തേഡ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചത് എന്താണ്, അതിൽ അൺബാലൻസ്ഡ് പ്രോബ്ലത്തിനെ കുറിച്ചിട്ടാണ് പഠിച്ചത് അല്ലേ, അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. സോ നമ്മളിന്ന് അടുത്ത മെത്തേഡിലേക്ക് പോവാണ്. 3 മെത്തേഡ് ഉണ്ട്: നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ, ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് ആൻഡ് വാം. അപ്പം നമ്മളിനി നെക്സ്റ്റ് മെത്തേഡിലേക്ക് നമ്മൾ പോവാണ്. ദ മെത്തേഡ് ഈസ് നോൺ ആസ് ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് ചെയ്തു തുടങ്ങാം. ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡിൻ്റെ പ്രോബ്ലം ഞാൻ ഒരെണ്ണം ചെയ്യുകയാണേ. ക്വസ്റ്റ്യൻ എന്താ ഞാൻ ഇടുന്നു. നമ്മൾ എന്താ ചെയ്യുന്നത്, 3 ഫാക്ടറി ഔട്ട്ലെറ്റ്സ്, നമുക്കതിന് O1, O2, O3. നമുക്ക് തോന്നും എന്നും 3 എണ്ണം വേണോ, ഒന്നും വേണ്ട, വേണമെങ്കിൽ കുറച്ച് കൂടുതലിടാം, ഇപ്രാവശ്യം O4 കൂടിയും ഇടാം. ഓക്കെ, അപ്പം നമുക്ക് 4 ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ട്. മാർക്കറ്റ് പ്ലേസ്, ഡെസ്റ്റിനേഷൻ നമുക്ക് 3 എണ്ണം മതി. അപ്പോൾ ഇത് ഈക്വൽ ആവണം എന്നൊന്നുമില്ല. കോളവും ഇതും ഒന്നും ഈക്വൽ ആവണം, അതൊക്കെ ഓരോ ഫാക്ടറിയിൽ വ്യത്യാസം വരുമല്ലോ. അപ്പോൾ ഒറിജിൻ ഉണ്ടാവും, ഇവിടെ ഞാൻ സപ്ലൈ കൊടുക്കുകയാണ്, ഇത് ക്വസ്റ്റ്യനിലുണ്ടാവും, അവർ തരും. ഡിമാൻഡും സപ്ലൈയും ഒക്കെ അവർ തരും. നിങ്ങളിങ്ങനെ മാറ്റിയിടണേ, ബോക്സിൽ നിന്ന് മാറ്റി സപ്ലൈയും ഡിമാൻഡും വേർതിരിച്ച് ഇടണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ സപ്ലൈ ഒക്കെ ഉള്ളിലായിരിക്കും, ബോക്സിൻ്റെ ഉള്ളിലായിരിക്കും. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അതിനെ ഈ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാൻ മറക്കരുത്. ഓക്കെ, അതിൽ ഫിഗേഴ്സൊക്കെ അവർ തന്നിട്ടുണ്ടാവും, നമ്മളത് വെച്ചിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, 40, 50, നമുക്ക് 5, 10, 20, 30, 50, 40. എനിക്ക് വല്ല റിപ്പീറ്റേഷന് 10, 15, 20 and 5. ഓക്കെ, ഇത് രണ്ടും കൂടി 25, 45, 50. അപ്പം നമ്മളിവിടെ 20, 30, 20. ഓക്കെ, അപ്പോൾ ആദ്യം എന്താ ചെയ്യാൻ തുടങ്ങുന്നു, ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. ആൻസർ ചെയ്യാൻ പോവാണേ, സൊല്യൂഷൻ ചെയ്യണു. നമ്മൾ സൊല്യൂഷനിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ ഡിമാൻഡും ടോട്ടൽ സപ്ലൈയും. ടോട്ടൽ സപ്ലൈ ആഡ് ചെയ്ത് നോക്കാം നമുക്ക്. 10 + 15 + 20 + 5, ദാറ്റ് ഈസ് 25, 45 + 5, 50. ടോട്ടൽ ഡിമാൻഡ് എക്സാമിന് ശ്രദ്ധിച്ച് ചെയ്യണം, കാൽക്കുലേറ്റർ എടുത്ത് ആഡ് ചെയ്യണം, സയൻറ്റിഫിക് കാൽക്കുലേറ്റർ കൊണ്ടുപോകാതിരിക്കാം. 20 + 10 + 20, 20 + 10 + 20 is equal to 50. ഓക്കെ, ടോട്ടൽ ഡിമാൻഡായി. ഇനി നമുക്ക് നോർത്ത് വെസ്റ്റ് ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡാണ് നമ്മുടെ മെത്തേഡ്. അവിടെ എഴുതണം, മെത്തേഡ് ഏതാണ്, ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്, ഷോർട്ട് ഫോം LCM. ഞാൻ വീണ്ടും ക്വസ്റ്റ്യൻ എടുത്ത് ഇറക്കി വരയ്ക്കുകയാണ്, കാണാനുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾക്ക്. ഇമേജിൽ ഞാൻ വരയ്ക്കുന്നു. നിങ്ങൾ സ്കെയിലൊക്കെ വെച്ച് നല്ല നീറ്റായിട്ട് തന്നെ വരയ്ക്കണേ. ഞാനിത് പെട്ടെന്ന് ചെയ്തുകൊണ്ടാണ് വീഡിയോ ഇതാക്കാണ്. നിങ്ങൾ സ്കെയിലും പെൻസിലൊക്കെ കൊണ്ടുപോകണം, എന്നിട്ട് തന്നെ ചെയ്യണം. ഓക്കെ, നീറ്റായിട്ട് തന്നെ ചെയ്യണം. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുകയാണ്. സപ്ലൈ എഴുതി ആദ്യം തന്നെ. ഞാനിവിടെ ഡിമാൻഡ് എഴുതുകയാണ്. 20, 10, 20. ഇത് ബാലൻസ്ഡ് അല്ലേ പ്രോബ്ലം? അതെ, ബാലൻസ്ഡ് പ്രോബ്ലം ആണ്. നമ്മൾ അൺബാലൻസ്ഡ് ആണെങ്കിലാണ് ഡമ്മി റോവോ ഡമ്മി കോളമോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൊണ്ടുവരേണ്ടി വരും അല്ലേ. നല്ല പ്രോബ്ലമാണ്, നല്ല ചാപ്റ്ററാണ്. ക്വസ്റ്റ്യൻ വരും, പ്രോബ്ലം ചെയ്യാൻ വരും. ഓക്കെ, O1 പേരിട്ടു, O1, O3, O4, D1, D2, D3. ഓക്കെ, ക്ലിയർ അല്ലേ? ചെയ്തു തുടങ്ങാം നമുക്ക്. നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ ആണെങ്കിൽ ഈ ടോപ്പിലാണ് പോവുക അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡാണ് നമ്മുടെ പ്രോബ്ലം. ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡാണ്. അപ്പോൾ ഇതാണ് കോസ്റ്റുകൾ. ഇതിൽ ഏറ്റവും ചെറിയ കോസ്റ്റ് കാണിക്കുന്ന സെല്ല് ഏതാണോ ആ സെല്ലിൽ നമ്മൾ കൊണ്ടുപോയി കൊടുക്കണം. ഇവിടെ 10, 20, 30, 20, 40, 5 ലീസ്റ്റ് കോസ്റ്റ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഫസ്റ്റ് അലോക്കേഷൻ കൊടുക്കേണ്ടത്, ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡിൽ. ഓക്കെ, സോ ഇവിടെയും 20 ആണ് അലോക്കേഷൻ കൊടുക്കാൻ പോവാണേ. നോക്കി നോക്കൂ, ഒരു അത്ഭുതം. ഇവിടെയും 20 ആണ്, ഇവിടെയും 20 ആണ്. അപ്പോൾ വലുത് ചെറുതെന്നുള്ള പ്രശ്നമൊന്നുമില്ല, രണ്ടും ഈക്വലാണ്. അപ്പോൾ ഇവിടെ എന്ത് കൊടുത്തു, 20 കൊടുത്തു അല്ലേ. അപ്പോൾ ഇതും 0 ആയി, ഈ കോളവും 0 ആയി. നന്നായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് 0 ആയില്ലേ.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇത് എക്സോസ്റ്റഡ് ആയി 20 യൂണിറ്റ്സും കൊടുത്തു. ഈ കോളവും എന്തായിട്ടുണ്ട്, എക്സോസ്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ റോവും വെട്ടി, നമ്മൾ കോളവും വെട്ടി കളിക്കുന്ന പോലെ തോന്നുന്നു അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് നമുക്ക് ചെയ്യാനുള്ള? ലീസ്റ്റ് കോസ്റ്റ് തിരഞ്ഞു നടക്കൂ. 20, 30, 40, 50, 30, 40. അപ്പോൾ 20 ആണ് ലീസ്റ്റ് കോസ്റ്റ്. അപ്പോൾ വെട്ടാത്തതിൽ ചെറുത് കേട്ടോ, വെട്ടാത്ത ഇരിക്കുന്നതിൽ ചെറുത് 20 ആണ്. ഇവിടെ 10 ആണ്, ഇവിടെയും 10 ആണ്. അടുത്ത ഭാഗ്യം വന്നു. അപ്പോൾ 10 ഇവിടെ കൊടുത്തു നമ്മൾ. അപ്പോൾ ഈ 10 ഇവിടെ 0 ആയി, ഈ 10ഉം 0 ആയി. സോ ഈ റോ വെട്ടാലോ, റോ വെട്ടി. ഈ കോളവും വെട്ടാലോ, കോളവും വെട്ടി. ഇനി ലീസ്റ്റ് കോസ്റ്റ് ഏതാണ് നമ്മൾ നോക്കി. 15, 40 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ലീസ്റ്റ് കോസ്റ്റ് ഏതാ? 40. ഇവിടെ 5 ആണ്, ഇവിടെ 20 ആണ്. അപ്പോൾ നമുക്ക് 5 കൊടുക്കാൻ പറ്റുള്ളൂ, 5. അപ്പോൾ ഈ 5 0 ആയി, ഈ 20 15 ആയി അല്ലേ? അപ്പോൾ നമുക്ക് ഏത് വെട്ടാം? ഈ 0 ആയ റോ വെട്ടാലോ, വെട്ടി. അപ്പോൾ ഇനി നമുക്കിനി ഒന്നേ ഉള്ളൂ, ഈ 50 മാത്രമേ ഉള്ളൂ. 15 ഇവിടെയും 15 ആണ്, ഇവിടെയും 15 ആണ്. ഓക്കെ, നമ്മളിവിടെ 15 കൊടുത്തു. ഇതും 0 ആയി, ഇതും 0 ആയി. അപ്പം നമുക്ക് ഇങ്ങനെയും വെട്ടി അല്ലേ, ഇതും വെട്ടി. പ്രോബ്ലം തീർന്നില്ലേ? എടുത്തെഴുതാം നമുക്ക്. ഓക്കെ, O12 D2 10 × 20 200. O22 D3 15 × 5 15 × 50 സോറി. അപ്പോൾ 5 5s are 25, 5 6 7 750. നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചോളൂ കേട്ടോ, തെറ്റൊന്നും വേണ്ടേ. O32 D1 20 × 5 100. O3 ഇനി വേറെ ഒന്നും പോയിട്ടില്ല. O42 D3 5 × 40 200. ഓക്കെ, അപ്പോൾ ടോട്ടൽ ചെയ്യാലോ നമുക്ക്. 0 0 0 0 5 3 3 + 7 10 10 + 2 12. നിങ്ങളിങ്ങനെ കൂട്ടുമോ? നിങ്ങൾക്ക് കാൽക്കുലേറ്ററിനെ വെച്ച് ചെയ്തോളൂ കേട്ടോ. 1250 റുപ്പീസാണ് നമ്മളുടെ ആൻസർ. പ്രോബ്ലം ചെയ്തു കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു ഈ വെട്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാണാൻ മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഉള്ളവർ സെപ്പറേറ്റ് വരച്ച് കാണിച്ചു കൊടുക്കുക. അവർ ഇൻവിജിലേഷൻ വാല്യുവേഷനൊക്കെ, പേപ്പർ വാല്യുവേഷൻ അവർക്ക് ബുദ്ധിമുട്ട് വരണ്ട. അപ്പോൾ ഇവിടെ 10 ഇടുക. ഇതിലൊരു 10ഉം 20ഉം വന്നിട്ടുണ്ട്. 30 വരയ്ക്കുക. നല്ല സ്പേസൊക്കെ എടുത്ത് വരച്ചോളൂ, എക്സാം ഫീസൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പം എന്ന് വെച്ചിട്ട് ഒരുപാട് ആർഭാടാക്കരുത്. നല്ല നൈസായിട്ട് ഭംഗിയായിട്ട് നമ്മൾ കാര്യങ്ങൾ ഡീൽ ചെയ്യുക. ഓക്കെ, നമുക്ക് മാർക്ക് വേണം. അതുകൊണ്ട് നമ്മൾ നല്ല പതുക്കെ ശ്രദ്ധയോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, പ്രോബ്ലം ചെയ്യുക. ഇതൊക്കെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പേഴ്സൊക്കെയാണ്, നല്ല പേപ്പറാണ്. അപ്പോൾ മാർക്ക് മേടിക്കണം. ഓക്കെ, 10 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതാ ഇങ്ങനെ എടുത്തെഴുതി. ഓക്കെ, നന്നായിട്ടുണ്ടല്ലോ അല്ലേ? അപ്പം ഇങ്ങനെ എടുത്തെഴുതി ആൻസറും ആദ്യ കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ഏത് മെത്തേഡും കഴിഞ്ഞു, ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡും കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.